ഓക്കെ, അടുത്ത നമ്മളെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൈനേഴ്സിനെയും കോഫാക്ടേഴ്സിനെയും എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തരുന്നൊരു ക്വസ്റ്റ്യൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മെട്രിക്സോ അല്ലെങ്കിൽ ഡിറ്റർമിൻറ്റോ തരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു മെട്രിക്സ് എഴുതാൻ പോവാണേ. സോ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുമെന്ന് വിചാരിക്കാം. 1 2 3 4 എഴുതാൻ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഡിറ്റർമിൻ്റ് ആയിട്ട് തരും. മെട്രിക്സ് ആയിട്ട് എലമെൻറ്റിനാണ് നമ്മൾ സാധാരണ മൈനസും കോഫാക്ടേഴ്സും പറയും. അപ്പോൾ അങ്ങനെ ഇവിടെ എത്ര എലിമെൻറ്റ്സ് ഉണ്ട് നോക്കുക. ഇവിടെ 4 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ജനറലി നമ്മുടെ എലമെൻറ്റ് ഡിനോട്ട് ചെയ്യൽ നമുക്ക് AIJ എന്നാണ്. AIJ എന്നാണ് നമുക്ക് ഒരു ഡിനോട്ട് ചെയ്യുക. അപ്പോൾ AIJ എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യൽ MIJ എന്നാണ് നമുക്ക് ഡിനോട്ട് ചെയ്യുക. അതേപോലെ അതിൻ്റെ കോഫാക്ടറിനെ നമുക്ക് ആ തന്നിരിക്കുന്ന എലമെൻറ്റ് കോഫാക്ടർ നമ്മൾ എഴുതുക AIJ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മെട്രിക്സ് നമുക്ക് എത്ര എലിമെൻ്റ് ഉണ്ട്? 4 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര മൈനേഴ്സ് ഉണ്ടാവും? 4 മൈനേഴ്സ് ഉണ്ടാവും, 4 കോഫാക്ടേഴ്സ് ഉണ്ടാവും. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട അടുത്തത്, ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡിഫൈൻ ചെയ്യുക. മൈനറിന് ഒരു ചിഹ്നം കൊടുക്കുക എന്നാണ് പറയുക. സോ -1 all to the power of I plus j into MIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഈ പറയുന്ന മൈനറിന്, ഈ മൈനറാണ് ഈ പറഞ്ഞ സാധനം, മൈനറിന് ചിഹ്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ -1ൻ്റെ മുകളിൽ ഒരു നമ്പർ I plus j ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് പ്ലസ്സോ അല്ലെങ്കിൽ ഇത് എന്തോ ആവും, മൈനസ് ആവും. എന്ന് പറഞ്ഞാൽ -1ന് മുകളിലുള്ള നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് വരും, ഈവൺ നമ്പർ ആണെങ്കിൽ അത് എന്തായിട്ട് മാറും, അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ മൈനർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോഫാക്ടർ കിട്ടാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കുക? അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. അതിൽ പിന്നെ നമ്മൾ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ് നോക്കിയോളാം. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 1ൻ്റെ അഡ്രസ്സ് എന്താണ്? A11 ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, 1 എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് 2ൻ്റെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ A12 ആണ് നമുക്ക് 2 എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ A13 ആണ് നമുക്ക് എന്ത് പറയുന്നത്, A13 അല്ല, അടുത്ത എലമെൻറ്റ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് ആണ് അല്ലേ, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എങ്ങനെ എഴുതുക, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെ എഴുതുക, A21 ആണ് മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ 4ൻ്റെ അഡ്രസ്സ് പറഞ്ഞാൽ A22 ആണ് ആക്ച്വലി 4ൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ഫസ്റ്റ് എലമെൻറ്റ് 1ൻ്റെ മൈനറിനെ ഡിനോട്ട് ചെയ്യൽ M11 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയാൻ പോണത്. അതേപോലെ 2ൻ്റെ മൈനർ ഡിനോട്ട് ചെയ്യുന്നത് M12. ഓക്കെ, സെയിം അഡ്രസ്സിങ് തന്നെയാണ്. അതുപോലെ 3ൻ്റെ മൈനർ ഡിനോട്ട് ചെയ്യുന്നത് M21 ആണ്, M21 ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ 4ൻ്റെ മൈനർ ഡിനോട്ട് ചെയ്യുന്നത് M22 ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ഡിറ്റർമിൻ്റ് വാല്യൂ ആണ്. ഇതിൻ്റെ ഒക്കെ നമുക്ക് ഒരു ഡിറ്റർമിൻ്റ് വാല്യൂ ആണ്. എന്താണ് ആ ഡിറ്റർമിനൻ്റ്? അതിൻ്റെ എലമെൻറ്റ്സ് ആരൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ഡിറ്റർമിൻ്റ് കിട്ടണമെങ്കിൽ എൻ്റെ എത്ര വേണം? എലമെൻറ്റ്സ് വേണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പറയാൻ പോകുന്നത്. നോക്കിയോളാം. അപ്പോൾ 1ൻ്റെ ഈ പറയുന്ന മൈനറിലെ ഡിറ്റർമിൻ്റ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഈ മെട്രിക്സിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. ബാക്കി ആരേ വരുന്നുള്ളൂ? 4 മാത്രമേ വരുന്നു. ആ 4 ഇവിടെ എഴുതി വെച്ചാൽ ഈ ഡിറ്റർമിൻ്റ് ഓഫ് 4 ആണ് എന്തിൻ്റെ വാല്യൂ? ഫസ്റ്റ് 1ൻ്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എഴുതാൻ പോകണേ. അപ്പോൾ എന്താ കിട്ടുക? 4 ആണ് കിട്ടുക. എൻ്റെ ആൻസർ എന്താ കിട്ടുക? 4 ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെ രണ്ടാമത്തെ ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ് ആണ്, 2 എന്ന് പറയുന്ന എലമെൻറ്റ്. അതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ 2 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ഒഴിവാക്കുക, കോളം ഒഴിവാക്കുക, റോ ഒഴിവാക്കുക, ബാക്കി ആരുള്ളത്? 3. ആ 3ൻ്റെ ഡിറ്റർമിൻ്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 3 ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ എലമെൻറ്റ് മൈനർ എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ 3 ഈ പറയുന്ന A21 ഈ പറയുന്ന സാധനമാണ് 3. ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റോ, ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ആര് മാത്രമേ കിട്ടുള്ളൂ? 2 മാത്രമേ കിട്ടുള്ളൂ. ആ 2ൻ്റെ ഡിറ്റർമിൻ്റ് വാല്യൂ എന്താണ്? 2 എന്നാണ്. അപ്പോൾ അത് എഴുതി വെച്ചാൽ ഡിറ്റർമിൻ്റ് ഓഫ് 2 എന്താ കിട്ടുക? നമുക്ക് 2 എന്ന് കിട്ടും. സിമിലർലി അതേ രീതിയിൽ നമ്മൾ ലാസ്റ്റ് എലമെൻറ്റ് 4ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ 4 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ഒഴിവാക്കുക, 4 കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിൻ്റ് വാല്യൂ അതെന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതങ്ങ് എഴുതി വെച്ചാൽ ഡിറ്റർമിൻ്റ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്തതിലേക്ക് പോകുന്നു. ഇനി ഈ പറയുന്ന എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയ കോഫാക്ടർ നമുക്ക് A11 എന്ന് കൊടുക്കാം. ഇതിൻ്റെ കോഫാക്ടർ നമുക്ക് എന്ത് കൊടുക്കാം? A12 എന്ന് കൊടുക്കാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ നമുക്ക് A21 എന്ന് കൊടുക്കാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ നമുക്ക് A22 നമുക്ക് കൊടുക്കാം. ഇനി ഇതേപോലെ നിങ്ങൾ ആ വാല്യൂ ഒന്ന് കണ്ടുവെക്കാൻ എളുപ്പമാണല്ലോ. എന്താ ചെയ്യുക? ഈ പറയുന്ന ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുത്തു നോക്ക്. ജസ്റ്റ് എന്താ കൊടുത്തു നോക്കുക? -1 കൊടുക്കാൻ പോകണം കേട്ടോ. -1 all to the power of 1 + 1 അല്ലേ, 1 + 1 അല്ലേ, നമുക്ക്
ഐക്ക് പകരം 1 ജെക്ക് പകരം 1 ഉണ്ടാ ഐ പ്ലസ് ജെ ഉണ്ടാ ഐ ജെ ഉണ്ടാ ഐക്ക് 1 ജെക്ക് 1 അതാണ് 1+1 കിട്ടിയല്ലോ 1+1 ഇൻറ്റു എന്താ കിട്ടുക M11 ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു നിങ്ങൾ നമുക്ക് -1 × 1+1 എന്ന് പറഞ്ഞാൽ എന്താണ് അത് പോസിറ്റീവ് അല്ലേ -1ൻ്റെ സ്ക്വയറാണ് സോ -1 സ്ക്വയർ ഇൻറ്റു M11 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ കിട്ടുക 4 ആണ് അപ്പോൾ ആൻസർ എത്ര വരിക ഇത് +4 അല്ലേ കിട്ടുക ഓക്കെ അതാണ് നേരത്തെ പറഞ്ഞത് മൈനറിന് ചിഹ്നം കൊടുക്കുക ആ ചിഹ്നം അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറി 4 ചിഹ്നം കൊടുക്കുമ്പോൾ +4 ആണ് കൊടുക്കുക അപ്പോൾ +4 ആയിട്ട് മാറി അതേപോലെ അടുത്തത് ഞാൻ കൂടെ എഴുതാൻ പോവാണ് അടുത്ത എലമെൻറ്റ് ആരെ കിട്ടുക -1 all to the power of 1+2 into M12 which is equal to -1 all raised to 1+2 3 ആണ് ഇൻറ്റു അതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത് 3 ആണ് നോക്ക് -1ൻ്റെ ക്യൂബ് എന്താണ് നെഗറ്റീവ് ആണ് അപ്പോൾ -3 കിട്ടും അപ്പോൾ നോക്കുക ഈ പറയുന്നതിൻ്റെ -3 ആണെങ്കിൽ കോഫാക്ടർ എന്തായിട്ട് മാറി -3 ചിഹ്നം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ ഇതിന് പോസിറ്റീവ് ഇതിന് എത്തുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ചിഹ്നമായിട്ട് മാറി ഇവിടെ എത്തുന്ന സമയത്ത് എന്തായിട്ട് ചിഹ്നമായിട്ട് മാറി നെഗറ്റീവ് ചിഹ്നമായിട്ട് മാറി അതേപോലെ നമുക്ക് ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യാമല്ലോ അപ്പോൾ ഇവിടെ എന്താ കിട്ടുക -1 all to the power of എന്താ കിട്ടുക 2+1 ഇൻറ്റു M21 കിട്ടിയാണല്ലോ which is equal to -1 all cube ഇൻറ്റു M21 ഏതാ കിട്ടുന്നത് 2 ആണ് അപ്പോൾ അതും എന്ത് തന്നെ കിട്ടുന്നത് -2 കിട്ടിയല്ലോ ഓക്കെ ഇനി ലാസ്റ്റ് വൺ വീണ്ടും which is equal to -1 all to the power of 2+2 into M22 which is equal to -1 all raised to 2+2 എന്നാൽ 4 ആണ് ഇൻറ്റു M22 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ് അപ്പോൾ ആൻസർ കിട്ടുക 1 എന്ന് കിട്ടി മീൻസ് 1 ഓക്കെ ഇറ്റ് ഈസ് 1 ഓക്കെ ഇറ്റ് ഈസ് 1 അപ്പോൾ ഇനി ഇവിടെ നോക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഫസ്റ്റ് എലമെൻറ്റ് കണ്ടല്ലോ അതിൻ്റെ മൈനർ കിട്ടിയല്ലോ ആ പറഞ്ഞ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടല്ലോ അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനറാണ് 4 കോഫാക്ടറാണ് 4 അതേപോലെ 2ൻ്റെ മൈനറാണെന്ത് 3 അതിൻ്റെ കോഫാക്ടറാണത് -3 അതിൽ 3 പറയുന്ന എലമെൻറ്റിൻ്റെ മൈനറാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന എലമെൻറ്റ് ഇതാണ് എന്ത് പറയുന്നത് അതിൻ്റെ കോഫാക്ടർ അതുപോലെ 4 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനറാണ് എന്ത് പറയുന്നത് 4 കോഫാക്ടർ എന്താ കിട്ടുന്നത് 1 കോഫാക്ടർ എന്താ കിട്ടുന്നത് 1 കിട്ടിയല്ലോ അപ്പോൾ ഏതൊരു എലമെൻറ്റ് ഒരു മാട്രിക്സ് ആയിക്കോട്ടെ ഡിറ്റർമിനൻ്റ് ആയിക്കോട്ടെ ഏതൊരു എലമെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മൈനർ കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും ഇനിയാണ് അടുത്ത പരിപാടി നോക്കിയോളാം അപ്പോൾ ഞാൻ ഓരോ എലമെൻറ്റിനും ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ് എൻ്റെ കോഫാക്ടർ ഇതാണ് സെക്കൻഡ് എലമെൻറ്റ് എൻ്റെ കോഫാക്ടർ ഇതാണ് തേർഡ് എലമെൻറ്റ് എൻ്റെ കോഫാക്ടർ ഇതാണ് ഫോർത്ത് എലമെൻറ്റ് എൻ്റെ കോഫാക്ടർ ഇതാണ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എലമെൻറ്റ്സിനൊക്കെ പകരം അതിൻ്റെ കോഫാക്ടേഴ്സിനെ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഒരു പുതിയ മെട്രിക്സ് ഉണ്ടാക്കാൻ പോവാണേ ആ മെട്രിക്സിന് പറഞ്ഞ് നോക്കിയോളാം അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ മൈനർ എന്താണ് കോഫാക്ടർ എന്താണ് 4 ആണ് അപ്പോൾ ഞാൻ അത് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ എഴുതാൻ പോകുന്നു 4 ഓക്കെ അതേപോലെ 2ൻ്റെ എന്താ കിട്ടുന്നത് -3 ഓക്കെ 3ൻ്റെ എന്താ കിട്ടുന്നത് സേ -2 ഓക്കെ ലാസ്റ്റ് 4ൻ്റെ എന്താ കിട്ടുന്നത് 1 അപ്പോൾ ഞാനൊരു മെട്രിക്സ് റീപ്ലേസ് ചെയ്യുന്നു ഈ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കോഫാക്ടർ മെട്രിക്സ് എന്നാണ് കോഫാക്ടർ മെട്രിക്സ് ആരുടെ കോഫാക്ടർ മെട്രിക്സ് ഓഫ് പേര് വിളിച്ചിട്ടുണ്ട് എ എന്നുള്ള അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുക കോഫാക്ടർ നമുക്ക് ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതാറുണ്ട് കോഫാക്ടർ ഓഫ് എ എന്ന് എഴുതി വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കോഫാക്ടർ ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും കിട്ടിയല്ലോ അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടേഴ്സ് റീപ്ലേസ് ചെയ്ത മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഏത് മെട്രിക്സ് ഈ പറയുന്ന എ എന്നുള്ള മെട്രിക്സിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ആണ് അതാണ് ഈ തന്നിരിക്കുന്ന സാധനം ഇനി ഒരു പണി കൂടി എടുക്കാൻ പോവാണ് ഈ പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുക അറിയാലോ റോനെ പിടിച്ച് കോളാക്കുക അപ്പോൾ ഫസ്റ്റ് റോനെ പിടിച്ച് ഞാൻ കോളമാക്കി സെക്കൻഡ് റോനെ പിടിച്ച് ഞാൻ കോളമാക്കി അങ്ങനെ എനിക്കൊരു മെട്രിക്സ് കിട്ടി ഈ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് അത് രസകരമായൊരു പേരാണ് ആ പേരിനെ വിളിക്കുന്ന പേരാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ എ എന്ന് വിളിക്കും അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് അഡ്ജോയിൻ്റെ ഷോർട്ട് ഫോം ചെയ്ത ADJ എന്നാണ് ആ മെട്രിക്സ് ആരാണ് എ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഒരു മെട്രിക്സോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡിറ്റർമിൻ്റെ എലമെൻറ്റോ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് മെട്രിക്സ് ആണ് ചോദിക്കുക അപ്പോൾ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറയും അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്
അപ്പോൾ ഇത് നമുക്ക് 2/2 ആണ് ചെയ്ത്. ഇതേപോലെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, 3/3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണാൻ പറ്റും. കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഒരു ഒറിജിനൽ വേയിലേക്ക് നമുക്ക് അഡ്ജോയിൻ്റ് കാണുന്ന മെത്തേഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതേ സാധനം തന്നെ, ഇതേ മെട്രിക്സിൻ്റെ തന്നെ അഡ്ജോയിൻ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെയാണ് ഒറ്റയടിക്ക് അഡ്ജോയിൻ്റ് എഴുതാൻ പറ്റുക. പക്ഷേ ഈ മെത്തേഡ് അറിയണം, കാരണം 3/3 ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലൂടെ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൂടുതലുള്ളത്. വേറെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ മെത്തേഡിലാണ് കൂടുതൽ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഉള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 3/3 ഒക്കെ ചെയ്യുമ്പോൾ ഇതേ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകണം എന്നർത്ഥം. അപ്പോൾ ഇതിൽ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാനിവിടെ പറയാൻ പോകണം കേട്ടോ. സെയിം സാധനം ഒന്ന് നോക്കിയോളൂ. അപ്പോൾ ഞാൻ എ എന്നുള്ള മെട്രിക്സ് എടുക്കാൻ പോകുന്നു, സെയിം മെട്രിക്സ് എ എടുക്കാൻ പോകുന്നു. എ ഈസ് ഈക്വൽ ടു ആ മെട്രിക്സ് എടുക്കുന്നത് 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് എനിക്ക് ഈ പറയുന്നതിൽ എനിക്ക് അഡ്ജോയിൻ്റ് ഉണ്ടാക്കാൻ പറ്റും. ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ മെട്രിക്സിൻ്റെ ഇതെന്ത് എലമെൻ്റാണ്? നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇതാണ് എന്ത് എലമെൻറ്റ്സ്? ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ 1ൻ്റെ പകരം 4 എഴുതുക, ഈ പകരം എന്ത് ചെയ്താൽ 1 എഴുതുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാൻ കിട്ടുക 4 1 ഉണ്ടോ, ഇതിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് ഈ 2 പൊസിഷനിലേക്ക് ആളെ കിട്ടണം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ് പറഞ്ഞാൽ. ഈ ഡയഗണൽ എലമെൻറ്റ്സിന് എന്ത് കൊടുക്കുക? ഒരു മൈനസ് ചിഹ്നം കൊടുക്കുക. മൈനസ് ചിഹ്നം കൊടുത്താൽ എന്താ കിട്ടുക? -2 കൊടുക്കും. ഇവിടെ എന്ത് കിട്ടും? -3 കൊടുക്കും. ഓക്കെ, നിങ്ങൾ ബാക്കിലേക്കൊന്ന് മറിച്ച് നോക്ക്. കണ്ടല്ലോ, 4 - 2 -3 1 ഉണ്ടോ. 4 - 2 -3 1. ഒറ്റയടിക്ക് ഒരു 2/2 മാട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ചെയ്താൽ ടെക്നിക്ക്. അപ്പോൾ എന്തായാലും ചെയ്ത് ആലോചിച്ച് നോക്ക്. അല്ല, പെട്ടെന്ന് ആലോചിക്കണേ. അത് ചെയ്താലേ പെട്ടെന്ന് എക്സാമിന് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ് പേപ്പറും പിന്നെ നിങ്ങൾ ആലോചിക്കുന്നത്. 1 4 ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കേട്ടോ. 4 1. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് രണ്ടാമത്തെ ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. ഇതിനൊക്കെ എന്തും കൊടുത്തു ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -3 -2 ആയി. അങ്ങനെ കിട്ടുന്ന മെട്രിക്സാണ് 2/2 മെട്രിക്സിൻ്റെ എന്തെന്ന് പറയുന്നത്? അഡ്ജോയിൻ്റ് എന്ന് പറയും. കിട്ടിയല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഇതേപോലെ നമുക്ക് 3/3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഇതേപോലെ നമുക്ക് എന്ത് കാണാം? 3/3യിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 9 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 9 എലമെൻറ്റ്സിൻ്റെ എത്ര മൈനർ കണ്ടുപിടിക്കണം? 9 മൈനേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. 9 മൈനേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 9 കോഫാക്ടേഴ്സും അവിടെ നമുക്കുണ്ടാവും. ഓക്കെ, ആ 9 മൈനേഴ്സും 9 കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് മെട്രിക്സ് ഉണ്ടാക്കിയാൽ അതാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുക. ആ കോഫാക്ടർ മെട്രിക്സിന് എന്തെടുക്കുക? ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്ന മെട്രിക്സിന് വിളിക്കുന്ന പേരാണ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ആ 3/3ക്ക് 9 ആൾക്കാരാണ്. അപ്പോൾ ഞാനിവിടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, അടുത്ത പ്രോബ്ലത്തിലൊക്കെ പറയാൻ പോകുന്നത്, എങ്ങനെ ഒരു 3/3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.